أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കരുണാവാരിധിയായ അർഹമുർ-റഹീമീനായ നാഥൻ അവന്റെ സ്നേഹവും പൊരുത്തവും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും നേടിയെടുത്ത് വിജയിക്കാൻ കഴിയുന്ന റയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന വിജയികളുടെ കൂട്ടത്തിൽ അർഹമുർ-റഹീമീനായ തമ്പുരാൻ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ ഏറ്റവും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധ റമദാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 11 മാസ കാലയളവ് നീണ്ടുനിന്ന ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് സ്വയം ശുദ്ധീകരിക്കാൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ, സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും തിരിച്ചറിയാൻ, തന്റെ നിയോഗ ലക്ഷ്യം എന്ത് എന്ന തിരിച്ചറിവിലേക്ക് സ്വന്തത്തെ നയിക്കാൻ, പരീക്ഷണങ്ങളെ അതിജയിക്കാനും പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുമുള്ള ഊർജം കരസ്ഥമാക്കാൻ, അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ, ഇങ്ങനെ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ലക്ഷ്യങ്ങൾ വിശുദ്ധ റമദാനിൽ നാം എടുക്കുന്ന ഓരോ ആരാധനാ കർമ്മങ്ങൾക്കുമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഠനങ്ങൾ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ദീൻ എന്ത് അധ്യാപനങ്ങളാണ് മനുഷ്യ ജീവിതത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ധാർമ്മിക പാഠങ്ങൾ കൂടി നാം നേടിയെടുക്കുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ഒരു വാർഷികമാണ്. ഏത് വിശുദ്ധ ഖുർആൻ എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത്രയേറെ വർഷം പാരായണം ചെയ്യുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു മടുപ്പും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സവിശേഷമായ ഒരു ഗ്രന്ഥം. ഇതാണ് ഏറ്റവും ലളിതമായി നമുക്ക് പറയാൻ കഴിയുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 80-ാമത്തെ വയസ്സ് 81-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു സഹോദരനോട് ഒരു ചോദ്യം ചോദിച്ചു. എത്രാമത്തെ വയസ്സിലാണ് താങ്കൾ നമസ്കാരം ആരംഭിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി 3-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ നമസ്കാരം ആരംഭിച്ചത്. ആ 3-ാമത്തെ വയസ്സ് മുതൽ 80-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 70-ാമത്തെ വയസ്സിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര വർഷം നമസ്കാരത്തിൽ എത്ര റക്അത്തുകൾ അദ്ദേഹം നമസ്കരിച്ചിട്ടുണ്ടാകും? 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, വിശുദ്ധ റമദാനിലെ തറാവീഹ് നമസ്കാരങ്ങൾ, ഇങ്ങനെ ധാരാളം സുന്നത്തുകളും ഫർളുകളുമായി എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതിന്റെ അപ്പുറം നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ട്
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, താങ്കൾക്ക് എപ്പോഴെങ്കിലും കോടിക്കണക്കിന് റക്അത്തുകൾ നമസ്കരിച്ചപ്പോൾ എപ്പോഴെങ്കിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തപ്പോഴോ മറ്റേതെങ്കിലും അധ്യായം പാരായണം ചെയ്തപ്പോഴോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മടുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മളൊക്കെ ധാരാളം പാട്ടുകൾ കേൾക്കുന്നവരാണ്. പക്ഷെ ഒരേ സംഗതി തന്നെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് എത്ര പേർ ആകർഷകമായിരുന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ അതിനൊരു മടുപ്പുണ്ടാകും. പക്ഷെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ എത്രയോ കാലങ്ങളായി നാം ഓരോരുത്തരും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യായങ്ങൾ പക്ഷെ നമ്മെ മടുപ്പിച്ചിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ യാതൊരു മടുപ്പുമില്ലാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം, ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് വിശുദ്ധ റമദാനിനെ ഇങ്ങനെ സവിശേഷമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളെടുക്കുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും, നമ്മുടെ നമസ്കാരം എന്തായിരുന്നു നമസ്കാരത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ വിശുദ്ധി നമസ്കാരത്തിലൂടെ നേടിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. ആ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിജയിയായി കണ്ടുമുട്ടേണ്ടതുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ആ നമസ്കാരം കൊണ്ട് ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യനെ ജീവിക്കാൻ നിർമ്മിച്ചെടുക്കേണ്ടതുമുണ്ട്. നോമ്പിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നോമ്പെടുക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ആത്മവിശുദ്ധി കൈവരിക്കേണ്ടതുണ്ട്. നോമ്പെടുക്കുന്നതിലൂടെ ആ മനുഷ്യൻ സ്വർഗം ലക്ഷ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു വലിയ സാമൂഹിക മാനം നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഓരോ ആരാധനകളെ കുറിച്ചും, സക്കാത്തിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. സക്കാത്ത് നൽകുന്നതിലൂടെ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെ കുടുസായ പിശുക്കിൽ നിന്ന്, കുടുസായ ചിന്താഗതികളിൽ നിന്ന് സ്വന്തം ആത്മാവിനെ മോചിപ്പിക്കുന്നുണ്ട്, സ്വന്തം സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് വിനിയോഗിക്കുന്നത്. അതിനുമപ്പുറം ഒരു സാമൂഹിക പരിവർത്തനത്തിന് ആ സാമ്പത്തിക വിനിമയം കാരണമായി തീരുന്നുണ്ട് എന്ന് കാണാം. ഇതുപോലെ ഓരോന്നിനെയും നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിനൊക്കെ ഒരു സാമൂഹിക തലം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് വിശുദ്ധ റമദാനിലാണ്. നിങ്ങൾ നോമ്പെടുക്കണം. ഇത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ വേറെ രണ്ട് സംഗതികളെ കൂടി അവതരിപ്പിച്ചു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ കൂടി അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ ദൗർഭാഗ്യവശാൽ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ ധാരാളമായി സംസാരിക്കും, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ ധാരാളമായി പഠിക്കും. അള്ളാഹു അവതരിപ്പിച്ച ബാക്കി രണ്ട് കാര്യങ്ങളെ ഏതോ അർത്ഥത്തിൽ നമ്മൾ വിസ്മൃതിയിലേക്ക് മാറ്റിവെക്കും. സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ സൂക്തമാണ് പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ ആദ്യം പാരായണം ചെയ്തു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായും നാം നമ്മുടെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി മനുഷ്യ സമൂഹത്തിന്റെ ഇടയിലേക്ക് നിയോഗിക്കുകയുണ്ടായി. പ്രവാചകന്മാരെ വെറുതെ ഒരു നേരം പോക്കിന് മനുഷ്യർക്കിടയിൽ കുറച്ചു കാലം പണിയെടുത്ത് അവസാനിച്ചു പോകാവുന്ന ഒരു സംസ്കരണ പ്രക്രിയ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടവരല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവതരിപ്പിക്കുമ്പോൾ കിതാബ്, അവരിലേക്ക് നാം വേദഗ്രന്ഥം ഇറക്കി കൊടുക്കുകയുണ്ടായി. അവരിലേക്ക് നാം അൽ കിതാബ് അഥവാ വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു. ഏത് വേദഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പം നമുക്ക് പറയാൻ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയാം. തൗറാത്തിനെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും സബൂറിനെ കുറിച്ചും സുഹഫി ഇബ്രാഹിം എന്ന പേരിൽ അറിയപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വേദഗ്രന്ഥം അവതരിപ്പിച്ചതിന് വളരെ കൃത്യവും വ്യക്തവുമായ ചില ലക്ഷ്യങ്ങളും അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. ആ നിർണയിച്ച ലക്ഷ്യങ്ങളിൽ ഒന്ന്
വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. വിശുദ്ധ ഖുർആനിനോടൊപ്പം അല്ലെങ്കിൽ വേദഗ്രന്ഥത്തോടൊപ്പം നാം അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഗതിയാണ് അൽ മീസാൻ അഥവാ തുലാസ് എന്ന് പറയുന്നത്. മീസാൻ എന്ന ഒന്നുകൂടി അള്ളാഹു അവതരിപ്പിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കൂ, മീസാൻ എന്ന് പറയുന്നത് നീതി ദേവത കണ്ണുകെട്ടിയ തുലാസ് കയ്യിൽ പിടിച്ചതാണ് നീതി ദേവതയുടെ ചിഹ്നം. ഏതോ കാലഘട്ടത്തിൽ എവിടെ നിന്നോ, അതിന്റെ ചരിത്രപരമായ വശങ്ങളിലേക്കല്ല, എവിടെ നിന്നോ രൂപപ്പെട്ടു വന്ന ഒരു സങ്കല്പം, കണ്ണുകെട്ടിയ നീതി ദേവത മുഴുവൻ മനുഷ്യരുടെയും ഇടയിൽ, മുഴുവൻ ലോകത്തിന്റെയും ഇടയിൽ നീതി എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. നീതിയിൽ ഊന്നി നിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ലോകത്ത് നിലനിൽക്കാൻ കഴിയുക എന്ന ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അൽ മീസാൻ നീതി കൂടി നാം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, മീസാൻ അവതരിപ്പിച്ചത് കേവലം നീതി മാത്രമല്ല, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യനെ നാം സൃഷ്ടിക്കുമ്പോ ആ മനുഷ്യന്റെ ഉള്ളിൽ അതിന്റെ ധർമ്മവും അധർമ്മവും മനുഷ്യനെ നാം തോന്നിപ്പിച്ചിട്ടുണ്ട്. ഓരോ ആത്മാവിന്റെയും ഉള്ളിൽ ഏതാണ് ശരിയെന്ന് ഏതാണ് തെറ്റ് എന്നുള്ള ഒരു ഉപബോധ മനസ്സിന്റെ ചിന്തയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ കഴിയുന്ന മീസാൻ എന്ന് പറയുന്ന ഒന്ന്. അതുപോലെ തന്നെ ആ മീസാൻ ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, മനുഷ്യ സമൂഹം നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് മീസാൻ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ സമൂഹം നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളണമെന്ന ഒരു സാമൂഹ്യ ശാസ്ത്രം കൂടി അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നു. സാമൂഹ്യ ശാസ്ത്രം എന്ന് നമുക്കതിനെ പേരിട്ട് വിളിക്കാൻ കഴിയും. നമ്മൾ ആലോചിക്കുക, കേവലം ആരാധനകളെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ കുറേയധികം പ്രവാചകന്മാരുടെ ചരിത്രം, അതല്ലെങ്കിൽ കുറേയധികം ചരിത്രത്തിൽ പറയപ്പെടാവുന്ന ഉത്ഥാന പതനങ്ങളിലൂടെ കടന്നുപോയ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കുറെ വർത്തമാനങ്ങൾ മാത്രമല്ല വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ നിലപാടെടുക്കാൻ, മനുഷ്യ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് പഠിപ്പിക്കാൻ, എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തെയാണ് അൽ മീസാൻ അഥവാ ഒരു സാമൂഹ്യ ശാസ്ത്രം എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് പറയുന്നു, വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്, നാം ഇരുമ്പിനെ ഇറക്കുകയും ചെയ്തു. നേർക്ക് നേരെ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള, നല്ല ശക്തിയുള്ള, കരുത്തുള്ള ഇരുമ്പിനെയും നാം ഇറക്കിയെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥതലങ്ങളിലൂടെ തന്നെ നോക്കിയാൽ ഇരുമ്പ് എന്ന് പറയുന്നത് കേവലം ഭൂമിയിൽ രൂപപ്പെട്ടതല്ലെന്നും അതിശക്തമായ ചൂടിലൂടെ, അതിശക്തമായ താപത്തിലൂടെ കടന്നു വന്നതിന് ശേഷം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കപ്പെട്ട് ഭൂമിക്കടിയിൽ നിക്ഷേപിക്കപ്പെട്ടതാണെന്നുമൊക്കെ ശാസ്ത്രീയമായി തന്നെ ആ വാക്കുകളായി തന്നെ വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്ന വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോ, മീസാൻ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോ, ആ മീസാനിനോടൊപ്പം ഹദീദ് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോ, അഥവാ ഇരുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോ, ആ സാമൂഹ്യ ഘടനയെ നിലനിർത്താൻ ആവശ്യമായ ഒരു അധികാരത്തെ കൂടി നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് ആ പദങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ വിശുദ്ധ റമളാനിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബത്തും മക്കയിലുണ്ടായിരുന്ന 13 വർഷക്കാലം അവരിതുപോലെ വ്രതമെടുക്കേണ്ടി വന്നിട്ടില്ല. 13 വർഷക്കാലം ഏറ്റവും ആദ്യം ഷഹാദത്ത് കലിമ ചൊല്ലിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മനുഷ്യർ എപ്പോഴാണ് റമളാനിൽ വ്രതമെടുക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഹിജറ 2-ാം വർഷം വിശുദ്ധ റമളാനിലായിരുന്നു എന്ന് കാണാൻ കഴിയും. ആ കൽപ്പനയാകട്ടെ ഹിജറ 2-ാം വർഷം ശഅബാൻ മാസത്തിന്റെ ആദ്യ പകുതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൽപ്പന അവതരിപ്പിക്കുന്നത്. കേവലം വ്രതം നിർബന്ധമാക്കിയെന്ന ഒരൊറ്റ കൽപ്പനയായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറ 2-ാം വർഷം ശഅബാൻ മാസത്തിൽ ഖിബ്ല മാറ്റത്തിന്റെ നിയമം അവതരിപ്പിച്ചു.
അഥവാ നിങ്ങൾ ഇതുവരെ തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്ന കിബിലയിൽ നിന്ന് നിങ്ങൾ പരിശുദ്ധ കഅബാലയത്തിലേക്ക് നിങ്ങളുടെ മുഖം തിരിച്ചുകൊള്ളുക എന്ന കിബില മാറ്റം ഏറ്റവും ആദ്യം അല്ലാഹു പറഞ്ഞു വെച്ചു. രണ്ടാമത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിതാൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന പാഠം പറഞ്ഞു വെച്ചു. നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്, നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമായിരിക്കുന്നു. വരാൻ പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ യുദ്ധഭൂമികളിലേക്ക് ആയുധങ്ങളുമായി കടന്നു ചെല്ലേണ്ടി വരുമെന്ന യുദ്ധം നിർബന്ധമാണ് എന്ന പാഠം ഹിജറ 2-ാം വർഷം ശഅബാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അവിടെയും കഴിഞ്ഞില്ല. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖിസാസ് അഥവാ പ്രതിക്രിയ, കൊലയാളിക്ക് കൊലപാതകത്തിന്റെ ശിക്ഷ അവനെയും വധിച്ചു കളയുക എന്നതാണ് എന്ന കൊലപാതകത്തിന്റെ ശിക്ഷയെക്കുറിച്ച്, പ്രതിക്രിയയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നിയമം പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ 4 നിയമങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ ഹിജറ 2-ാം വർഷം ശഅബാൻ മാസത്തിലായിരുന്നു. ആ 4 നിയമങ്ങളെയും ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ മദീന എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന ഒരു സാമൂഹ്യ ഘടന അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അവർക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ പരിശുദ്ധ കഅബാലയം എന്ന ഒരു കേന്ദ്രം നിർണയിച്ചു കൊടുത്തിരിക്കുന്നു. അവർക്ക് ഭരണഘടനയായി വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ ഭരണഘടനയായി അവതരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന മദീന ആസ്ഥാനമായ മക്കയിലേക്ക് പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസികളായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിക്രിയ നടപ്പിലാക്കാനുള്ള അധികാര പരിധികളിലേക്ക് നിങ്ങൾ വികാസം പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആ അവതരണത്തിന്റെ ഘടന പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചു വന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ കേവലം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്ന പാഠം മാത്രം പഠിച്ച് കുറേയധികം ഖത്തം തീർത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തറാവീഹ് നമസ്കരിച്ച് അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങേണ്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു വെച്ചതുപോലെ നിങ്ങൾക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാവുന്ന ഒരു മീസാൻ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാമൂഹ്യ ഘടനയെ നിങ്ങൾക്ക് നാം നിർണയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടപാടുകളിൽ പ്രിയമുള്ളവരെ പല ആളുകളും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യർ ഒരുപാട് വികാസം പ്രാപിച്ചിരിക്കുന്നു, മനുഷ്യർ സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്നു, മനുഷ്യർ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു, മനുഷ്യർ സാംസ്കാരികമായി ഉയർന്നിരിക്കുന്നു. പക്ഷെ അപ്പോഴും 5ഉം 6ഉം പേരെ സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ വെട്ടി കൊലപ്പെടുത്താൻ മാത്രം മനുഷ്യൻ അധാർമികമായി താഴേക്കിടയിലേക്ക് മാറിപ്പോകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, മദ്യത്തിന്റെയും ലഹരിയുടെയും ഒക്കെ ഒരുപാട് ഉത്ബോധനങ്ങൾ നടക്കുന്ന കാലത്ത് ലഹരിക്കെതിരെ ഉത്ബോധനം നടത്തിക്കൊണ്ടിരുന്ന, ഉത്ബോധനത്തിന് വേണ്ടി ഉത്ബോധന പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന 2 സഹോദരങ്ങളാണ് മദ്യവും ലഹരിയുമായി MDMA-യുമായി പിടികൂടപ്പെട്ടത് എന്ന് ഇന്നത്തെ പത്രം നമ്മുടെ മുമ്പിലേക്ക് പറയുന്നു. വിദ്യാഭ്യാസപരമായി മുന്നിലെത്തിയ, സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന, സ്വന്തം ഭാര്യയെ തിളച്ചു മറിയുന്ന കഞ്ഞിക്കലത്തിലേക്ക് മുഖം പൂഴ്ത്താൻ മാത്രം ഒരു ഭർത്താവിന് കഴിയുന്നുണ്ടെങ്കിൽ, അമ്മയുടെ നേരെ വാളോങ്ങാൻ ഒരു മകന് കഴിയുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ നേരെ ആയുധമെടുക്കാനും അവരെ കൊലപ്പെടുത്താനും മക്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞു വച്ച സൂക്തമെന്ന് നമുക്ക് സാന്ദർഭികമായിട്ട് വായിച്ചെടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഭൂമിയിൽ, അള്ളാഹുവിന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹുവിന്റെ നിയമത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അൽ ഖുർആനു ദസ്തൂറുനാ എന്ന നാം ഓരോരുത്തരും നമ്മുടെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭരണഘടനയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നല്ല, വിശുദ്ധ ഖുർആൻ ഒരുപാട് ഉത്ബോധനങ്ങൾ മനുഷ്യരാശിയുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഈ വിശുദ്ധ ഖുർആനിൽ തദ്ബീർ നടത്തുന്നില്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് തദ്ബീർ എന്ന് ചോദിച്ചാൽ, ചിന്തയാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതത്വമാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തലാണ്.
ഒരുപാട് അർത്ഥങ്ങൾ തദ്ബീർ എന്ന പദത്തിന് നമുക്ക് പറയാൻ കഴിയും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ നിന്ന്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ നിന്ന്, നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ നിന്ന് നിങ്ങൾ അവഗാഹം നേടിയെടുക്കുന്നില്ല എന്ന ചോദ്യം കൊണ്ട് നിർത്താതെ അം അലാ ഖുലൂബിൻ അക്ഫാലുഹ, ഇനി അതല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന ഒരു ചോദ്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ കേവലം പാരായണം ചെയ്ത് അവസാനിപ്പിക്കേണ്ട, നിങ്ങൾ കേവലം വായിച്ച് അവസാനിപ്പിക്കേണ്ട, നിങ്ങൾ കേവലം നമസ്കാരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു വേദഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത്, മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന് നിർണയിക്കാൻ കഴിയുന്ന ഒരു ജീവിത ഘടനയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കാനുള്ളത്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്നു. പ്രവാചകന്മാർ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതുപോലെയുള്ള മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന അത്യുച്ചത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം പ്രവാചകന്മാർ അവരുടെ കാലഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ ഒരു ഗൗരവവും ഇല്ലാത്തത്? നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അത്ഭുതങ്ങളിൽ നിന്ന് നിങ്ങളുടെ നാഥന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ എന്ന ഒരു ചോദ്യം പ്രവാചകന്മാർ ചോദിച്ചിടത്ത് നിന്നാണ് നമ്മളെ പിടിച്ചുകൊണ്ടുവരേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കേവലം നാം മാറ്റിവെക്കേണ്ട, കേവലം പാരായണത്തിന് ശേഷം അടച്ചു വെക്കേണ്ട ഒരു ഗ്രന്ഥമല്ല എന്ന്, അതിനൊരു സാമൂഹ്യപരതയുണ്ടെന്ന്, അതിനൊരു അധികാരത്തിന്റെ സ്വഭാവമുണ്ടെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഈ വിശുദ്ധ ഖുർആനെങ്ങാനും നാം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ ആലങ്കാരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാം ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഈ വിശുദ്ധ ഖുർആനെങ്ങാനും അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തകർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അത്രയേറെ ഗാംഭീര്യമുണ്ട് ഈ ഉത്തരവാദിത്വത്തിന്, അത്രയേറെ പവിത്രതയുണ്ട് ഈ അമാനത്തിന്. അതുകൊണ്ടാണ് ഈ അമാനത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഇന്നാ അറദനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ, നാം ഈ അമാനത്തിന് നിങ്ങൾക്ക് ജീവിതം നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് ജീവിതത്തിന്റെ നിയമങ്ങൾ തരാം, നിങ്ങൾക്ക് മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കാം എന്ന ഈ അമാനത്തുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ മുമ്പിൽ, പർവ്വതങ്ങളുടെ മുമ്പിൽ, കടലുകളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുമ്പോ അവരൊക്കെയും പറയുന്ന മറുപടി, ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം വേണ്ടതില്ല, ഞങ്ങൾക്ക് ഈ അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല, ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്തം, വലിയ ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് അവർ പിന്മാറുന്നു. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കളഞ്ഞു. മനുഷ്യൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിവും കെൽപ്പും തന്റേടവുമുള്ളവനാണ് ഞാനെന്ന് ഓരോ മനുഷ്യനും ബോധ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ സന്നദ്ധനായവനാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ദീനിന്റെ വിൽപ്പനക്കാരനല്ല എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അത് ഏറ്റെടുത്തത്. അള്ളാഹുവിന്റെ ദീൻ എന്നിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ എന്റെ ജീവിതത്തിലൂടെ സ്ഥാപിക്കപ്പെടാനുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ ഈ സാമൂഹ്യ ഘടനയെ എന്ന് അടിവരയിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് നീതിയിൽ അധിഷ്ഠിതമായി ഈ സമൂഹത്തെ സ്ഥാപിച്ചെടുക്കാൻ നിലനിർത്താനുള്ളതാണ് ഈ വേദഗ്രന്ഥമെന്ന്, ഈ ദീനെന്ന് നാം പിന്നെയും പിന്നെയും നമ്മോട് പറയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാതോർത്തിരിക്കുന്ന നാം ഓരോരുത്തരും വളരെ ഹൃദ്യമായി ഏറ്റെടുത്തിട്ടുള്ള വിശുദ്ധ റമദാനിൽ ഈ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള
നമ്മുടെ ബന്ധം നാം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലാമിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ നമുക്ക് പഠിക്കാൻ ആ മനുഷ്യന്റെ വർത്തമാനം മതിയാകും. നമുക്ക് കാണാൻ കഴിയാത്ത അരൂപിയായ അദൃശ്യമായ ലോകത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നു. ആ സംസാരമാകട്ടെ നമ്മിലൂടെ ഓരോ കാതുകളിലേക്കും എത്തിപ്പെടണം എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തമായി മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിരിക്കുന്നു. ആ പഠിപ്പിക്കലുകളെ ഏറ്റെടുത്ത ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതർത്ഥത്തിലാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടുക? ഈ വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം ഇത്തഖദു ഖാദൽ ഖുർആന മഹ്ജൂറ, ഈ വിശുദ്ധ ഖുർആനിനെ കളിയും തമാശയുമായി യാതൊരു പരിഗണനയുമില്ലാതെ കേവലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജീവിച്ചു പോയ ഒരു സമൂഹമായിട്ടാണോ? അതല്ല, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്കും സ്ഥാപിച്ചെടുക്കുന്നതിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹുവിന്റെ കലാമിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയവരായിട്ടാണോ നമുക്ക് റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലേണ്ടത്? നാം ഓരോരുത്തരും നമ്മെ മുന്നിൽ വെച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട്, വിശുദ്ധ റമദാനിനെ സാക്ഷിയാക്കിക്കൊണ്ട്, വിശുദ്ധ റമദാനിൽ നമുക്കിടയിൽ നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചോദിക്കണം, ഈ വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനോട് നാം സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ സ്ഥാനം എന്ത് എന്ന ഒരു അന്വേഷണം കൂടിയാണത്. അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കെന്ത് സ്ഥാനമുണ്ട് എന്നറിയണമെങ്കിൽ എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് എന്ത് സ്ഥാനമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടി വരും. എന്റെ ജീവിതത്തിൽ എന്റെ റബ്ബിന് ഞാൻ എന്ത് സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അതായിരിക്കും എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്കുമുള്ള സ്ഥാനമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ വെറുതെ നമ്മൾ നോമ്പെടുത്ത് വെറുതെ കുറെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകേണ്ടതല്ല. അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് അടുക്കണം. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വരച്ചു വെക്കുന്ന കുറെ വാങ്മയ ചിത്രങ്ങളിലൂടെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ചിരിക്കുമായിരുന്നു. നരകത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കരയുമായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴെങ്കിലും സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ചിരിക്കാനും നരകത്തെ കുറിച്ച് പാരായണം ചെയ്യുമ്പോൾ കരയാനും പാപമോചനത്തെ കുറിച്ച് കേൾക്കുമ്പോ പ്രതീക്ഷയോടുകൂടി റബ്ബിലേക്ക് കണ്ണയക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഒരുപാട് റമദാനുകൾ കടന്നുപോയി, ഈ റമദാനും കടന്നു പോകും. എല്ലാം കഴിയുമ്പോ ഒരു മണിക്കൂറെങ്കിലും എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം. ആർക്കും പിടികിട്ടാത്ത ഒരു ഞാൻ, എനിക്കും എന്റെ റബ്ബിനും മാത്രം അറിയുന്ന ഒരു ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം. ആ ചോദ്യം ചെയ്യലാണ് റബ്ബിനെ കണ്ടെത്താനുള്ള ചോദ്യം ചെയ്യൽ. ഒരാൾക്കും ഇതുവരെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ആരാണ് എന്ന് എന്റെ ഭാര്യക്കറിയില്ല, എന്റെ മാതാപിതാക്കൾക്കറിയില്ല, എന്റെ സഹോദരങ്ങൾക്കറിയില്ല, എന്റെ സുഹൃത്തുക്കൾക്കറിയില്ല. ഒരാൾക്കും അറിയാത്ത ഒരു ഞാൻ എന്റെ റബ്ബിനും എനിക്കും മാത്രം അറിയുന്ന ഒരു ഞാൻ ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും. ആ ഓരോരുത്തരിലുമുള്ള ഞാനാണ് എന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോ പടച്ചവനെ ഒരു മണിക്കൂർ അല്ല അരമണിക്കൂർ നിന്റെ മുമ്പിൽ ഞാൻ എന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളതൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളതൊക്കെയും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റുപറയാനുള്ള എന്റെ തെറ്റുകുറ്റങ്ങൾ ഓരോന്നും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിച്ച് മാപ്പിരുന്നിട്ടുണ്ട്. തമ്പുരാനെ, എനിക്ക് നീ പുറത്തു തരണം. ആ പുറത്തു തരണം എന്ന് ചോദിക്കാൻ, റബ്ബിലേക്ക് അടുക്കാൻ, വിശുദ്ധ ഖുർആനിലേക്ക് അടുക്കാൻ ഇനിയൊരവസരം പ്രിയമുള്ളവരെ നമുക്കില്ല. ഇതേറ്റവും ഒടുവിലത്തെ, ഇതേറ്റവും അവസാനത്തെ, നമ്മുടെ ശരീരം നമ്മളോട് പറയുന്ന, നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്ന ദഖാത്തു ഖൽബി മർഇ ഖാതിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖാഇകുൻ വസവാനി, നിന്റെ സമയമായിട്ടില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരൽപ്പം പിടിപ്പുകൾ മാത്രമാണ്, ഏതാനും മിനിറ്റുകൾ, നിമിഷങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നീ ഇല്ല കേട്ടോ എന്ന് നിന്റെ ശരീരത്തിലെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം പറയുന്നുണ്ട്. ആ പറച്ചിലുകളെ കേൾക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, അള്ളാഹുവിനോട് കണ്ടെത്താൻ, വിശുദ്ധ ഖുർആനിലേക്കൊന്ന്, അതിന്റെ മനോഹാരിതയിലേക്കൊന്ന് ആണ്ടിറങ്ങാൻ പ്രിയമുള്ളവരെ ഈ വിശുദ്ധ റമദാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ വിശുദ്ധ റമദാനും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധ ഖുർആനിന്റെ സാമൂഹ്യപരത, അതിന്റെ അധികാരത്വര, അതിന്റെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപരമായ നിരീക്ഷണങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി അവഗാഹം നേടിയെടുക്കാതെ
അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ പൂട്ടുകൾക്കപ്പുറത്തേക്ക് ഒരു പ്രകാശത്തിലും കടന്നു വരാൻ സാധ്യമല്ല, ഒരു വെളിച്ചത്തിലും കടന്നു വരാൻ സാധ്യമല്ല. ആ പൂട്ടുകൾക്കപ്പുറത്തേക്ക് സ്വർഗത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു പരിമളത്തിനും കടന്നു വരാൻ കഴിയില്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നിടത്ത് നിന്നാണ് നമുക്ക് തിരിഞ്ഞു സഞ്ചരിക്കാൻ കഴിയുക, അള്ളാഹുവിലേക്ക് തിരിയാൻ കഴിയുക. അർഹമുർ റാഹിമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന, നാളെ ഏറ്റവും സന്തോഷത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് മരണപ്പെട്ട റബ്ബിനെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.